നമസ്കാരം. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ഭരണാധികാരികൾ ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളോ, അതോ ജനറൽമാരുടെ യൂണിഫോമിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അദൃശ്യ ശക്തികളോ? സാധാരണക്കാരുടെ നിലവിളികൾ അധികാരം കൈയാളുന്നവരുടെ കാതുകളിൽ എത്തുന്നില്ല. എന്നാൽ അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിഷേധം ഒരു അഗ്നിപർവ്വതം പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. പാകിസ്ഥാന്റെ മണ്ണിൽ ഒരു നിഴൽ യുദ്ധം നടക്കുന്നു. രാഷ്ട്രീയക്കാരെ ജയിലിലിട്ട് സൈനിക സ്ഥാപനങ്ങളെ ആക്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ കലാപങ്ങളെ നിയന്ത്രിക്കുന്നത്? തെരുവുകളിൽ ആളിക്കത്തുന്ന പ്രതിഷേധാഗ്നി വെറും പട്ടിണിയുടെ മാത്രം ഫലമാണോ? ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ തിളച്ചുമറിയുകയാണ് നിലവിൽ പാകിസ്ഥാൻ. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ അസ്ഥിരത, സൈനിക മേൽക്കോയ്മ, മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങി ആഴത്തിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് കലാപങ്ങൾ രാജ്യത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പാകിസ്ഥാൻ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി പാക് അഫ്ഗാൻ അതിർത്തിയിലെ സംഘർഷങ്ങളാണ്. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ TTP പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. അയൽ രാജ്യങ്ങളോടുള്ള ശത്രുതാപരമായ സമീപനം, പ്രത്യേകിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണ, ഇവയെല്ലാം പാകിസ്ഥാനെ ലോക രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ പൂർണ്ണമായും 3 കേന്ദ്രങ്ങളിലാണ് ശക്തിപ്പെടുന്നത്. ആദ്യത്തേത് ഭരണകൂടത്തിനെതിരായ ജനരോഷം, രണ്ടാമത്തേത് രാഷ്ട്രീയ അട്ടിമറി, മൂന്നാമത്തേത് മതപരവും നയതന്ത്രപരമായ വിഷയങ്ങൾ. ഭരണകൂടത്തിനെതിരായ ജനരോഷത്തെ കുറിച്ച് പറഞ്ഞാൽ, പാക് അധീന കശ്മീർ പോലുള്ള പ്രദേശങ്ങളിൽ പട്ടിണി, ഉയർന്ന വൈദ്യുത നിരക്കുകൾ, പ്രാഥമിക ആവശ്യങ്ങൾ നിഷേധിക്കൽ എന്നിവയ്ക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു. സൈന്യത്തിന്റെ ചൂഷണവും വിഭവക്കൊള്ളയും ആരോപിച്ച് നടത്തുന്ന ഈ കലാപങ്ങളിൽ മരണം വരെ സംഭവിക്കുന്നു. രാഷ്ട്രീയ അട്ടിമറിയിലേക്ക് വന്നാൽ, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ നീക്കങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ PTI അണികൾ രാജ്യത്തുടനീളം അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. സൈനിക സ്ഥാപനങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് ഇത് വളർന്നിട്ടുണ്ട്. ഇനി മതപരവും നയതന്ത്രപരവുമായ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, പാലസ്തീൻ വിഷയങ്ങളിലടക്കം നയതന്ത്ര നിലപാടുകൾ ആവശ്യപ്പെട്ട് തെഹ്രീക്ക് ഇ ലബക് പാകിസ്ഥാൻ പോലുള്ള മതസംഘടനകൾ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തി പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ലാഹോറിലും മറ്റു നഗരങ്ങളിലും വലിയ പോലീസ് പ്രതിഷേധക സംഘർഷങ്ങൾക്കും റോഡ് ഉപരോധങ്ങൾക്കും ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട്. പാകിസ്ഥാനിലെ അരാജകത്വം വെറും രാഷ്ട്രീയ വിഭജനം മാത്രമല്ല, ഭരണകൂടം തങ്ങളുടെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിൽ സൈന്യത്തിന് സ്വന്തമായൊരു ഭരണകൂടമുണ്ട്. സാമ്പത്തിക തീരുമാനങ്ങൾ മുതൽ വിദേശകാര്യ നയങ്ങൾ വരെ ഈ അദൃശ്യ ഭരണകൂടം നിയന്ത്രിക്കുന്നുണ്ട്. പ്രതിരോധ ബജറ്റിന്റെ പേരിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള വിഹിതം പോലും വെട്ടിച്ചുരുക്കി സൈന്യം തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പതനത്തിന് പിന്നിൽ അന്നത്തെ സൈനിക നേതൃത്വവുമായുള്ള അദ്ദേഹത്തിന്റെ ഏറ്റുമുട്ടലുകളാണ് മുഖ്യ കാരണം. സൈന്യത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ ഇമ്രാൻഖാൻ പരസ്യമായി ശബ്ദമുയർത്തിയതാണ് രാജ്യവ്യാപകമായ ആക്രമണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി തുറന്നത്. 2022 നവംബറിൽ പാകിസ്ഥാൻ ആർമിയുടെ 17ാമത് മേധാവിയായി ചുമതലയേറ്റ ജനറൽ സയ്യിദ് അസീം മുനീർ ഇന്ന് രാജ്യത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ്. ഇമ്രാൻഖാന്റെ കാലത്താണ് അദ്ദേഹത്തെ നിയമിച്ചത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ അതിന്റെ ഭാരം മുഴുവൻ സാധാരണ ജനങ്ങളുടെ തലയിൽ വെച്ചുകെട്ടി സൈനിക നേതൃത്വം തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. ഉയർന്ന പണപ്പെരുപ്പം, വൻകിട വികസന പദ്ധതികളുടെ പേരിൽ ചൈനയോടും മറ്റുള്ള ഭീമമായ കടബാധ്യത, രാഷ്ട്രീയ നേതാക്കൾക്കെതിരായ കേസുകൾ ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കൽ, ഇവയെല്ലാം വലിയ രീതിയിൽ പാകിസ്ഥാനിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാക് അധീന കശ്മീർ പോലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ സൈന്യത്തിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങുന്നത് ഈ ജനരോഷത്തിന്റെയൊക്കെ ആഴം വ്യക്തമാക്കുന്നതാണ്. തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ സൈന്യം കൊള്ളയടിക്കുന്നുവെന്നും അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നുവെന്നുമാണ് അവരുടെ പരാതി. ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന പ്രതിരോധ തന്ത്രം കൂടുതൽ പരിഹാസ്യമാണ്. ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇന്ത്യയെ പഴിചാരുക എന്നുള്ളത് പാകിസ്ഥാന്റെ മറ്റൊരു തന്ത്രമാണ്. സ്വന്തം ജനങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാനുള്ള ഈ ശ്രമം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യത കൂടുതൽ തകർക്കുന്നതാണ്. ഈ ആഭ്യന്തര കലാപങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം സൈന്യത്തിന്റെ രാജ്യതന്ത്രമായ പാളിച്ചകളാണ്. അയൽ രാജ്യങ്ങളോടുള്ള ശത്രുതാപരമായ നിലപാടുകളും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണയും പാകിസ്ഥാനെ ലോക രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ നിലവിലെ അരാജകത്വത്തിന്റെ കേന്ദ്രബിന്ദു രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും സൈന്യത്തിലുള്ള ഇടപെടലാണ്. ജനാധിപത്യ സർക്കാരിന് മുകളിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സൈനിക ഇന്റലിജൻസ് സഖ്യം ഭരണഘടനയെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. സൈനിക മേധാവി രാഷ്ട്രീയ മോഹങ്ങളില്ലാത്ത രാജ്യത്തിന്റെ സംരക്ഷകൻ മാത്രമാണെന്ന് അസീം മുനീർ ആണയിട്ട് പറയുമ്പോഴും
പാകിസ്ഥാനിൽ നിന്ന് ജനാധിപത്യം തകരുകയും സൈനിക മേൽക്കൊഴുമ ശക്തമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും പോലും കിട്ടാത്ത അത്രയും സ്വീകാര്യതയാണ് അസീം മുനീറിന് അമേരിക്കയിൽ നിന്ന് പോലും കിട്ടുന്നത്. ഈ 6 മാസത്തിനിടയിൽ 3 പ്രാവശ്യം അസീം മുനീർ അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ ഭാവി എന്താകുമെന്ന് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പാകിസ്ഥാനിൽ ഭരണം അട്ടിമറിക്കാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. അതായത് ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് പോകുമെന്ന്. അസീം മുനീർ എല്ലാ രീതിയിലും പാകിസ്ഥാനിൽ പിടിമുറുക്കുകയാണ്, രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും നയതന്ത്രത്തിലുമെല്ലാം. ന്യൂസ് ഡെസ്ക് ഇതാണ് മലയാളം.